കാക്കനാട് ഫ്ളാറ്റിലെ 17-കാരന്റെ മരണം ആത്മഹത്യയെന്ന നിഗമനം. സഹോദരൻ എഴുതിയ കുറിപ്പ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തി. സ്വിമ്മിംഗ് പൂളിന്റെ വശത്ത് തലയിടിച്ചുണ്ടായ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്ന് രാവിലെയാണ് സ്കൈലൈൻ പാം ടോപ്പ് എന്ന ഫ്ളാറ്റിൽ 17-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൈഫുന്നിസ അലിയാർ നൽകും വിശദാംശങ്ങൾ. സൈഫു, ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രുതി, ഈ കുറിപ്പിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കുറിപ്പിൽ മരണകാരണം എഴുതിയിട്ടില്ല. പക്ഷേ അച്ഛനെയും അമ്മയെയും നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ എഴുതിയിരിക്കുന്ന കുറിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്കൂളിലോ അതല്ലെങ്കിൽ വീട്ടിലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു. ഒരുപാട് ആളുകളുമായി ഒരുപാട് സൗഹൃദമുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. 17 വയസ്സാണ്. ജോഷു എന്നാണ് പേര്. ഇന്ന് രാവിലെയാണ് ഈ തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ള ആൾ ഈ സ്വിമ്മിംഗ് പൂളിന് സമീപത്തായി ജോഷിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ സ്വിമ്മിംഗ് പൂളിൽ വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ പോലീസ് പറയുന്നത് ഈ 19ാമത്തെ നിലയിൽ നിന്ന് വീണ ശേഷം ഈ സ്വിമ്മിംഗ് പൂളിന്റെ മതിൽക്കെട്ടിന് സമീപത്ത് തലയടിച്ച ശേഷം സ്വിമ്മിംഗ് പൂളിലേക്ക് ബോഡി പോവുകയായിരുന്നു എന്നാണ്. ആദ്യം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നതിനിടെ എങ്ങാനും മരിച്ചതാണോ എന്നുള്ളതായിരുന്നു, നീന്തുന്നതിനിടെ മരിച്ചതാണോ എന്നായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത്. പക്ഷെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയപ്പോഴാണ് ആന്തരിക അവയവങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ചയിൽ ഇത്ര അടി ഉയരത്തിൽ നിന്നാണ് വീണത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്ര വലിയ ഉയരത്തിൽ നിന്ന് ചാടിയത് മൂലം തലയ്ക്കും ഒപ്പം തന്നെ ആന്തരികാവയവങ്ങൾക്കും ഏറ്റ ശതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞത്. ഇതിന്റെ മരണകാരണം ഇനി കൂടുതൽ അന്വേഷണം നടത്തിയാലേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശരി, സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.